കേരളത്തിന്റെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയ പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നാണ് നിൽപ്പ് സമരം. കോഴിക്കോട്ടെ ടെക്സ്റ്റൈൽസുകളിൽ സെയിൽസ് ജോലി ചെയ്യുന്നവർ പെൺകൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ സമരം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു കസേരയിലിരിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള അവകാശങ്ങൾക്കു വേണ്ടിയായിരുന്നു ആ പോരാട്ടം. ആ സമരത്തിന് ശേഷവും ഇന്നും അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ അനുഭവങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ യാഥാർത്ഥ്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കാൻ 16 വർഷമായി സെയിൽസ് ഗേളായി തൊഴിലെടുക്കുന്ന സിന്ധു ചെറുകോൽപ്പുഴ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ചെറുകോൽപ്പുഴ എന്ന സ്ഥലത്താണ് താമസം. അതെ, 14 വർഷത്തോളമായി ഞാൻ സെയിൽസ് ഗേളായിട്ട് ജോലി നോക്കുന്നു. കോഴഞ്ചേരിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. സെയിൽസ് ഗേളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര യാതനകളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീകളും ഇതൊന്നും പുറത്ത് പറയുകയില്ല. ഞാനിവിടെ എൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സംവിധാനമില്ല, ഒരു ബാത്റൂമില്ല. വയ്യോളം ഞങ്ങൾ പിടിച്ചു നിൽക്കും, എന്നിട്ടാണ് വീട്ടിൽ പോകുന്നത്. അങ്ങനെയാണ് പതിവ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ഷോപ്പുടമകളുടെ ചീത്തവിളിയും അസഭ്യമായ തെറിവിളിയാണ് വിളിക്കുന്നത്. പക്ഷെ ഞങ്ങളത് പുറത്ത് പറയത്തില്ല. പിന്നെ ഈ വേദിയിൽ ഞാനത് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ പിന്നെ ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോലും സമയമില്ല. അങ്ങനെ അന്നേരമായിരിക്കും കസ്റ്റമേഴ്സ് വരുന്നത്. അവർക്കെല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. അതിന് അങ്ങനെ ഒരു സമയവും ഇല്ല. അതുപോലെ തന്നെ നിൽക്കുവാണ്, ഇരിക്കാനുള്ള സംവിധാനങ്ങളും ഇല്ല. അങ്ങനെ ഭയങ്കര യാതനയാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരും പുറത്ത് പറയത്തില്ല. ഇപ്പം ഞാൻ ഈ വേദിയിൽ അത് അവതരിപ്പിക്കുന്നു. പിന്നെ അത്ര എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞുകൊണ്ട് നന്ദി ശ്രീമതി സിന്ധു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമതി സുബൈദ കക്കോടിയെ ക്ഷണിക്കുന്നു. Thank you, ma'am.